ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വാട്ട് ഐ ബ്രോട്ട് ഫ്രം ഇന്ത്യ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ ഈ പെട്ടി അതുപോലെ തന്നെ വെച്ചേക്കുകയാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു, അത് കേടാകാണ്ടിരിക്കാനാണ്. അപ്പോൾ അത് ഞാൻ ലേറ്റർ കാണിക്കാം. ഫസ്റ്റ് ഇതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ടോപ്പാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്പാണ്. ഇത് തൃപ്പൂണിത്തുറയിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ജസ്റ്റ് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലതാണെന്ന് തോന്നിയപ്പോഴത്തേക്കിനും വാങ്ങി. പിന്നെ ഇതൊരു കുർത്ത, നമുക്ക് ട്രഡീഷണലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തയാണ്. അപ്പോൾ ഇത് എൻ്റെ പപ്പയുടെ ഒരു കസിൻ ക്ലോത്തിങ് ബിസിനസ്സാണ് അവർക്ക്. അപ്പോൾ പുള്ളിക്കാരിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ശ്രീചക്രം വാങ്ങിച്ചു. അപ്പോൾ അതാണിത്. പിന്നെ ഇനി ഇതെടുക്കാം. ഇഡ്ഡലി പാത്രമാണ്. ഇവിടെ ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നു, പക്ഷേ അത് കേടായിപ്പോയി. മറ്റേ നടുക്ക് കമ്പിയൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പായിരുന്നു ഇവിടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പിയൊക്കെ ഇളകിപ്പോയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ കുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുതിയ നമ്മുടെ ഈ കമ്പിയില്ലാത്ത പ്ലേറ്റ് ടൈപ്പിൽ ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ അത് 2 തട്ട് ഇങ്ങനെയുള്ളതും പിന്നെ ഒന്ന് ഫുള്ളായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ സ്റ്റീമറും ഉണ്ട്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു പ്ലക്കറും വാങ്ങിച്ചു. പിന്നെ ഇനിയുള്ളതൊക്കെ സ്നാക്സ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് കപ്പ ചിപ്സ്, എരിവുള്ള കപ്പ ചിപ്സ്, അതൊരു 3 പാക്കറ്റുണ്ട്. 3 അല്ല 4 പാക്കറ്റുണ്ട് കേട്ടോ. പിന്നെ മുറുക്ക്, ഇത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എടുത്തതിൻ്റെയാണ്. പിന്നെ ഓണമൊക്കെ അല്ലേ, കായ ചിപ്സ് ഉണ്ട്. പിന്നെ ചക്ക വറുത്തത്, പിന്നെ ശർക്കര വരട്ടി, പിന്നെ മിക്സ്ചർ. അത് പല ഭാഗത്തു നിന്ന് 2-3 പേര് ഉണ്ടാക്കുന്ന മിക്സ്ചറാണ് കേട്ടോ. അത് പല സ്ഥലത്തു നിന്നായിട്ടാണ്. അപ്പോൾ അത് വേറെ വേറെ ടൈപ്പ് മിക്സ്ചറാണ്. അപ്പോൾ ഇതൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ച മിക്സ്ചർ ഇത്. പിന്നെ ഇത് വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ച മിക്സ്ചറാണിത്. ഇത് എരിവുള്ളതും ഇത് എരിവ് കുറച്ച് കുറഞ്ഞതുമായിട്ടുള്ളതാണ്. പിന്നെ ഗാട്ടിയ, ഇത് ഗുജറാത്തി ഐറ്റമാണ്. ഇത് എല്ലായിടത്തും ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്നാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പൊടിയും കൂടെ കിട്ടും കൂട്ടി കഴിക്കാനായിട്ട്. പക്ഷെ ഞാൻ ആ പൊടി കൊണ്ടുവന്നിട്ടില്ല, ബിക്കോസ് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ കേടായി പോകും. അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഗാട്ടിയ മാത്രമുണ്ട്. പിന്നെ കച്ചോരി, പിന്നെ ഇത് കാജു കട്ട്ലിയാണ്, പൊട്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെയുണ്ട് കാജു കട്ട്ലി. ഇനിയുള്ളത് മിക്സ്ചർ വേറെ ഒരു ടൈപ്പും കൂടെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2-3 സ്ഥലത്തു നിന്ന് വാങ്ങിച്ച. അപ്പോൾ ഇത് വേറെ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ച മിക്സ്ചറാണ് ഇതിനകത്ത്. ഇത് പിന്നെയുള്ളത് മുരിങ്ങയില പൊടി. ഇത് അമ്മ അവിടെ നിന്ന്, ഇത് മുരിങ്ങയില ഇവിടെ കിട്ടും, എന്നാലും അമ്മ ഇത് കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നത് ഉണക്കി പൊടിച്ചെടുത്തത് തന്നതാണ്. പിന്നെ ഇത് ചക്കക്കുരു പൊടിയാണ്. അമ്മ തന്നെ ചക്കക്കുരു എടുത്ത് വെയിലത്ത് ഉണക്കി പൊടിച്ചെടുത്തതാണ്. എനിക്ക് ചക്കക്കുരുവായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അത് മെഴുക്കുരട്ടിയായിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, വലിയ താല്പര്യമില്ല. എന്നാലും കുറച്ചൊക്കെ കഴിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. ദോശമാവിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്കത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഉണ്ട്. പിന്നെ ചെമ്പരത്തി താളി, അത്
ധാത്രിയുടെ ഒരു ചെമ്പരത്തി താളിയുണ്ട്, പിന്നെ അല്ലാതെ KP നമ്പൂതിരിയുടെയും ഉണ്ട് ഒരെണ്ണം. അപ്പോൾ ഇതുവരെ ഞാൻ താളിയൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തേക്കും ഹസ്ബൻഡ് വാങ്ങിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പം നമ്മൾ ഈ പെട്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തീർന്നു. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ ഫ്രിഡ്ജിനകത്ത് കുറച്ച് സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ അത് കാണാം നമുക്ക്. ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ബാദുഷയാണ്, ബാദുഷ അറിയാമല്ലോ, സ്വീറ്റ്. പിന്നെ കുറച്ച് ജിലേബി. പിന്നെ ഇത് ചക്ക വരട്ടിയത് ഒരു 2-3 ബോക്സ് ഉണ്ട് കേട്ടോ. ചക്ക വരട്ടി അഥവാ ജാക്ക് ഫ്രൂട്ട് ഹൽവ, അതാണിത്. പിന്നെ അച്ചാർ, ഇത് കട്ട് മാംഗോ അച്ചാർ, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ. പിന്നെ ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി, ഇഞ്ചിക്കറി. പിന്നെ ഇത് കടുമാങ്ങ അച്ചാർ. ഈ ചക്ക വരട്ടി വീട്ടിൽ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ചക്ക എടുത്ത് വെച്ച് റെഡിയാക്കി വരട്ടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ഈ അച്ചാറും അതെ, കടുമാങ്ങ അച്ചാർ അമ്മ ഉണ്ടാക്കിയതാണിത്. അതുപോലെ ബാദുഷയും ജിലേബിയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് ഓർഡർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. വേറൊരു വ്ളോഗായിട്ട് ഇനിയും കാണാം. Until then, bye bye.